ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ജീവിതത്തെ ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരോട്ടക്കാരനോട് ഉപമിച്ച് പറയുന്ന ഒരു ഭാഗം കൂടെയാണ് നമ്മൾ ധ്യാനചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. ഒരോട്ടക്കാരൻ്റെ മുൻപിൽ എപ്പോഴും ലക്ഷ്യമായിരിക്കണം പരമപ്രധാനമായി നിൽക്കേണ്ടത്. പിൻപിലുള്ള പലതും ആ ഓട്ടക്കാരൻ മറക്കണം. ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കുതിക്കണം. എങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തി അവന് കിരീടം നേടുവാനായിട്ട് കഴിയൂ. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരമ്പെയ്ത്ത് മത്സരം നടക്കുകയാണ്. ദൂരെ ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഒരു കിളിയെ കൊണ്ടുവച്ചിട്ട് അമ്പും വില്ലും ദൂരത്ത് മാറ്റിവെച്ച് മത്സരിക്കുവാൻ കടന്നു വന്ന ഓരോരുത്തരായി മുൻപോട്ട് വരുവാൻ ആവശ്യപ്പെട്ടു. വില്ലും എടുക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുവാൻ അനുവദിക്കൂ. അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ച് ഓരോരുത്തരായി മുൻപേക്ക് വരിക. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ എന്താണ് കാണുന്നത്? ഓരോരുത്തർ ഉത്തരം പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാൻ വൃക്ഷത്തെ കാണുന്നു, വൃക്ഷത്തിലിരിക്കുന്ന പക്ഷിയെ കാണുന്നു. അപ്പോൾ അമ്പെടുക്കുവാൻ അനുവദിക്കാതെ അവനെ പറഞ്ഞു വിടുക. വീണ്ടും അടുത്തയാൾ വരുന്നു. എന്താണ് കാണുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്ന ആളുകളെ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആ മരം കാണുന്നു, പക്ഷിയെ കാണുന്നു. ഇങ്ങനെ ഓരോരുത്തരായി വന്ന് ആ ചോദ്യം കേട്ട് പറയുന്ന ഉത്തരം പലതും അവർ കാണുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്ന ആളിനെ കാണുന്നുണ്ട്, കൂടി നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അവസാനമായി ഒരു യൗവനക്കാരൻ വരികയും അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിച്ച ചോദ്യം ഇതാണ്: നീ എന്താണ് കാണുന്നത്? ആ യൗവനക്കാരനായ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആ പക്ഷിയുടെ കണ്ണു മാത്രമേ കാണുന്നു. അവനോട് അമ്പെയ്യുവാൻ പറഞ്ഞു. ആ പക്ഷിയുടെ കണ്ണിൽ തന്നെ അമ്പ് പതിക്കുന്നു. അവനെ വിജയിയായി പ്രഖ്യാപിക്കും. ദൈവമക്കളെ, ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം, ചുറ്റി നിൽക്കുന്ന ആളുകളെയും മരത്തെയും മരത്തിലിരിക്കുന്ന പക്ഷിയെയും എല്ലാം കണ്ടാൽ ഒരിക്കലും ഒരമ്പെയ്ത്തുകാരനും ലക്ഷ്യസ്ഥാനത്ത് അമ്പ് കൊള്ളിക്കുവാനായി കഴിയില്ല. ആ അമ്പെയ്ത്തുകാരൻ ലക്ഷ്യസ്ഥാനത്ത് തൻ്റെ അമ്പ് കൊള്ളിക്കണമെങ്കിൽ അവൻ്റെ കണ്ണിൽ ആ പക്ഷിയുടെ കണ്ണ്, അല്ലെങ്കിൽ എവിടെയാണ് അമ്പ് തറയ്ക്കേണ്ടത് അത് മാത്രമേ, ആ പോയിന്റിലേക്ക് മാത്രം അവൻ്റെ ദൃഷ്ടി ചുരുക്കണം. ആ പോയിന്റിൽ മാത്രമേ പിന്നെ കാണാവൂ, മറ്റൊന്നും കാണരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്സരത്തിനു വേണ്ടി കൊണ്ടുപോകുന്ന, യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന കുതിരയ്ക്ക് കണ്ണിൽ ഒരു പട്ട പോലൊരു സാധനം കെട്ടിവെക്കും. എന്തിനാന്ന് ചോദിച്ചാൽ, മുൻപിലുള്ള ലക്ഷ്യം മാത്രമേ കാണാവൂ, ചുറ്റുപാടും അത് കാണരുത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് പകൽക്കാലം
ദൈവമക്കളെ, ലക്ഷ്യം മാത്രം ശ്രദ്ധ വെക്കുന്ന ഒരു വ്യക്തിയായി നാം മാറിയെങ്കിലേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയുള്ളൂ. പൗലോസ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മറക്കണം എന്നുള്ളത്. പിൻപിലുള്ളത് പലതും മറക്കണം. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറക്കേണ്ടി വരും. നമ്മൾ ഒരുപക്ഷെങ്കിൽ ഇന്നലകളിൽ ഒത്തിരി പരാജയപ്പെട്ടവരായിരിക്കാം, ഇന്നലകളിൽ ഒത്തിരി വേദന അനുഭവിച്ചവരായിരിക്കാം. വേദനയുടെ വഴിയിലൂടെ ആയിരിക്കും ഇപ്പോഴും നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതൊന്നും ഓർത്തു വച്ചിരുന്നാൽ നമുക്ക് ആ ലക്ഷ്യത്തെത്തുവാനായിട്ട് കഴിയുകയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ലക്ഷ്യം മാത്രം നമ്മുടെ മുൻപിൽ വന്ന് ബാക്കി ഹല്ലേലൂയ ഉള്ളത് മറക്കുന്നു എങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പൗലോസ് പറയുന്നു, എനിക്കൊരു വിളിയുണ്ട്, നിത്യത, അതിലേക്ക് ഓടുകയാണ് ഞാൻ. അത് മാത്രമാണ് എൻ്റെ കണ്ണിൽ പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഓട്ടത്തിലാണ്, ആ ലക്ഷ്യസ്ഥാനത്തേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മറവി എന്നുള്ളത് ഹല്ലേലൂയ അതൊരു അനുഗ്രഹവും അത് ഒരു ഭക്തന് വേണമെന്നുമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. മറവി ഒരു രോഗമാണ്. ആ രോഗത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. നാം സ്വയം മറക്കേണ്ടത് ചിലതുണ്ട് എന്നുള്ളത്. അത് മറന്നെങ്കിൽ മാത്രമേ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ ചിന്തയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാപ്രവചനം 43 അധ്യായത്തിൻ്റെ 18 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അത് നിങ്ങൾ അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇവിടെ നോക്കുക, പ്രവാചകൻ യെശയ്യാ ഇവിടെ പറയുകയാണ്, മുൻപുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. അപ്പം നമ്മൾ ഇന്നലകളിലെ പലതും ഓർക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് മുൻപിലുള്ളത് കാണാനായിട്ട് കഴിയുകയില്ല. അതൊക്കെ നമുക്ക് നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന് ഒരു തടസ്സമായിരിക്കും എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ സങ്കീർത്തനം 45 സ്തോത്രം, വിവാഹത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന, രാജാവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സ്തോത്രം, ആ രാജ്ഞിക്ക് സ്തോത്രം ഏതാണ്ട് 4 ഉപദേശം കൊടുക്കുന്നുണ്ട്. 4 ഉപദേശം. ഒന്ന് 45 സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കേൾക്കണം. ആര് പറയുന്നത് കേൾക്കണം? രാജാവ് പറയുന്നത് സ്തോത്രം മണവാട്ടി കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. 2 നോക്കണം. സ്തോത്രം. ആരെ നോക്കണം? രാജാവിൻ്റെ മുഖത്തേക്ക് മണവാട്ടി നോക്കണം. സ്തോത്രം. ഇത് കർത്താവായ യേശു ക്രിസ്തു എന്ന മണവാളനെ മാത്രമാണ് നമ്മൾ നോക്കണമെന്നാണ് മനസ്സിലാക്കേണ്ട. സ്തോത്രം. എബ്രായലേഖനം 12:2 വായിക്കുമ്പോൾ ആ മേഖലയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ചെവി ചായിക്കണം. ആരുടെ? ഹല്ലേലൂയ സ്തോത്രം. മണവാളന് വേണ്ടി ചെവി ചായിക്കുവാൻ തയ്യാറാകണം. അപ്പോഴാണ് നമ്മുടെ ചിന്തയ്ക്ക് നിദാനമായതും അതിനോട് ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ വാക്കാണ്, മറക്കുക. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് മറക്കേണ്ടത്? ആരെയാണ് മറക്കേണ്ടത്? സ്വജനത്തെയും പ്രതിഭവനത്തെയും മറക്കണം. സ്തോത്രം. എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, രാജാവിൻ്റെ കൂടെ താമസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം മണവാട്ടി ചിലതൊക്കെ മറന്നെങ്കിൽ മാത്രമേ ആ രാജാവിൻ്റെ കൂടെ താമസിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതും ഇതും കൂടെ ഒരിക്കലും കഴിയുകയില്ലതാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇന്ന് പകൽക്കാലം ചിലതൊക്കെ മറക്കണം. ചില വേദനകൾ, ചില ഭാരങ്ങൾ, ചില ദുഃഖങ്ങൾ സ്തോത്രം ഒക്കെ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് എല്ലാം മറന്നിട്ട് സ്തോത്രം ലക്ഷ്യത്തെ മാത്രം നോക്കി സ്തോത്രം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനെന്ന് ബോധ്യപ്പെട്ട് അതിലേക്ക് മാത്രം ഓടുവാൻ, അത് മാത്രം ഫോക്കസ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതെ, ഹല്ലേലൂയ. പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ള അനുഗ്രഹത്തിനു വേണ്ടി നമുക്കോടാം. അതിനായി വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ,
അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. മറക്കാൻ കഴിയാത്ത ഒത്തിരി മേഖലകൾ പലപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ വന്ന് നിറഞ്ഞു പോകാറുണ്ട്. അതൊക്കെ അടിഞ്ഞുകൂടി ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി കിടക്കുവാൻ അനുവദിക്കില്ലേ. അതിനെല്ലാം പുറത്തെടുത്ത് കളഞ്ഞ് മറക്കേണ്ടതെല്ലാം മറന്ന് ഞങ്ങൾക്കൊരു ലക്ഷ്യത അങ്ങ് വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ, ആ ലക്ഷ്യം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നതിനെയെല്ലാം മറക്കുവാൻ, ഹല്ലേലൂയ, അതിനെയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ഈ വചന കേൾവി ഞങ്ങൾക്കിടയാക്കണം. അതിനായി ഞങ്ങളെ സഹായിക്കണം. ഈ വചനം ദൈവജനത്തിനും അടിയനും എല്ലാം ഒരു അനുഗ്രഹമാക്കുന്നുകൊണ്ട് മഹത്വം. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങയുടെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാം മഹത്വവും അങ്ങെടുക്കണം. ഞങ്ങൾക്കായി ജീവിച്ച സുബേശ്വർ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനതരുടെ ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.